നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആനനെ തിടമ്പേറ്റിയത്? അതെ, ഇത് ക്ഷേത്രം തൊട്ട് മുമ്പിൽ വെച്ചിട്ടാണ് തിടമ്പേറ്റിയത്. തിടമ്പേറ്റി തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് തലപ്പൊലി എഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കുറവങ്ങാട് ക്ഷേത്രം, കുറവങ്ങാട് ശിവക്ഷേത്രം, അതിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്നുള്ള ആന മുന്നിലുള്ള ആനയെ കുത്തുകയും ആ ആന മുന്നോട്ട് ഓടി ഇതിൻ്റെ മതിലൊക്കെ തകർത്ത്. അപ്പോൾ ഈ വരാന്തയിലൊക്കെ ആൾക്കാർ, ഈ വരാന്തയിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആൾക്കാർ, സ്ത്രീകൾ അധികം ഇരിക്കാറുള്ളത്. ഇതിൻ്റെ വരാന്തയിൽ ഇരിക്കാറുണ്ട്. അപ്പം ഈ ആന പെട്ടെന്ന് വന്ന് ഈ ബിൽഡിംഗ് തകർത്തപ്പം അതിൻ്റെ കല്ലുകളും ഓടുകളും മരങ്ങളൊക്കെ വീണിട്ടാണ് കൂടുതൽ പരിക്ക് വന്നത്. ക്ഷേത്രമുറ്റത്ത് നിറച്ചു ആളുണ്ടായിരുന്നു. കാരണം ഈ ആഘോഷ വരവുകൾ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. 2 ആഘോഷ വരവുകളാണ്. അത് കാണാൻ വേണ്ടി കൊണ്ട് ജനങ്ങൾ, പീതാംബരൻ ആന ഒപ്പമുള്ള ഗോകുലാനനെ ഇടിച്ച സമയത്ത്, കുത്തിയ സമയത്ത് ആന ചുമരിലേക്ക് ചേർന്നാന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഭാഗത്ത് പൊതുവെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. കാഴ്ചക്കാരായിട്ടും വരുന്ന ഭക്തരും ഈ ഭാഗത്താണ്, സാധാരണ അമ്പലത്തിൻ്റെ സമയത്തെ ഓഫീസിൻ്റെ ഭാഗത്താണ് കൂടുതൽ പേര് നിൽക്കുക. ഇവിടെ നിൽക്കുന്നത് സാധാരണ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രവർത്തകരുണ്ട്. അതിൻ്റെ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഇവിടെ ആന ഇവിടെ എത്തുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു പടകത്തിൻ്റെ പൊട്ടിയൊരു സംഭവം ഉണ്ടായി. അതെന്താ വെച്ചാൽ ആഘോഷ വരവ് വരുന്ന സമയത്ത് ഈ വരവിൻ്റെ ആഘോഷം എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണ്ടാവും, പടക്കങ്ങളൊക്കെ പൊട്ടിക്കണ്ടാവും. ആ പടക്കം പൊട്ടലും അത് നമുക്ക് ശരിക്കും വീഡിയോയിൽ മനസ്സിലാവും. പടക്കം പൊട്ടുന്ന ശബ്ദം വരുമ്പോഴേക്ക് ആന തിരിഞ്ഞ് പ്രശ്നങ്ങൾ തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇതിന് തുടക്കമായിട്ട് പറയുക. പക്ഷേ ആന ശരിക്കും പല സ്ഥലത്തും പടകം പൊട്ടുകയും കതിന് പൊട്ടുന്ന സ്ഥലത്താണെങ്കിലും ഇവിടെ ഒരു നിമിത്തമായി വന്നത് ആ പടക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കാം. പൊട്ടിയ സമയത്ത് പേടിച്ചു പോയതാണ്. പെട്ടെന്ന് ആന ഓടിച്ചോടുന്നു. അങ്ങനെ ആന തിരിഞ്ഞ സമയത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ വാള് ഒക്കെ ചെരിഞ്ഞ് വീഴുന്നത്. പീതാംബര ആന മറ്റേ ആനനെ ഈ ബിൽഡിങ്ങിലേക്ക് കുത്തി ഇതാക്കിയത്. അതേസമയത്ത് ആ ആന തിരിഞ്ഞ് 2 പേരും കൂടി ഈ ഭാഗത്തേക്ക് മുന്നോട്ടെല്ലാം ഓടിയിരുന്നതെങ്കിൽ, മറിച്ച് നമ്മളെ വടക്ക് ഭാഗത്തേക്കാണ് ഓടുന്നതെങ്കിൽ ഒരുപാട് മരണം തന്നെ ഇവിടെ സംഭവിക്കാൻ ഭാഗത്താണ് നമ്മുടെ ഭക്തർ. പിന്നെ മാത്രമല്ല ആന ഓടിയത് നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക്. യഥാർത്ഥത്തിൽ ഈ കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറും കൂടി കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ വലിയ ഒരു മാസമായിട്ടുള്ള അപകടം നമുക്ക് ഒഴിവായി കിട്ടിയതാണ്. അത് അമ്മയുടെ അനുഗ്രഹം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ എന്ത് തന്നെയായിട്ടുണ്ടെങ്കിലും ഈ സംഭവിച്ചിരിക്കുന്നത് ഈ മഹാഭാഗ്യമായിട്ട് ഈ ദേശദേവിയുടെ അനുഗ്രഹം കൊണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കതിന പൊട്ടിച്ച് അത്ര ദൂരത്ത് അമ്പലത്തിൻ്റെ നേരെ പുറകിലാണ്, ഒരു ഏകദേശം 50-60 മീറ്റർ ദൂരത്താണ് സാധാരണ പൊട്ടിക്കുന്ന സ്ഥലം തന്നെ. സാധാരണ പൊട്ടിക്കുന്ന വെച്ചാൽ ഇവർ ആഘോഷപരവിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണത്. അതല്ലാണ്ട് ഇവിടെ ക്ഷേത്രം വകയിലുള്ള പൊട്ടിക്കലൊന്നുമല്ല. ആഘോഷപരവിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ അലങ്കാരം എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ഒരു സംഭവം. അത് നമുക്ക് ശരിക്കും വീഡിയോയിൽ കൃത്യമായി കാണുന്നുണ്ട്. അതിൻ്റെ ക്രാഷും അത് പൊട്ടലും ഈ ആന തിരിയലും കുത്തലുമാണ് നടക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ആഘോഷ കമ്മിറ്റിക്കാർ പൊട്ടിക്കുന്നതല്ലേ? ഈ ആഘോഷ വരവ് വരുത്തുന്നത് പ്രൈവറ്റ് പാർട്ടീസാണ്. ഈ ആഘോഷത്തിലേക്ക് പല ഭാഗത്തുനിന്നും വരവ് വരാറുണ്ട്. ആ വരവ് അങ്ങനെയുള്ള ഒരു വരവിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ സംഭവം നടക്കുക. അപ്പോൾ അവർ വരുന്ന സമയത്ത് വഴിയിലൂടെയൊക്കെ തന്നെ ഈ പൊട്ടിക്കും, പടക്കങ്ങളും പൊട്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ശരിക്കും വീഡിയോ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ന് പല വീഡിയോയും പുറത്തിറങ്ങി ശബ്ദം കേൾക്കലും ആന തിരിയലും പരസ്പരം കുത്തുകൂടുന്നതും കാണുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അതിലൊരു അവരൊക്കെ ചവിട്ടി ഇതാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഷീബ എന്ന് പറയുന്നതിൻ്റെ മകള്, അവളെയും ആന ചവിട്ടിയതാവാൻ സാധ്യതയുണ്ട്. അവരുടെ 2 എല്ലും പൊട്ടിയിട്ടുണ്ട്. മരിച്ച 2 സ്ത്രീകൾ ഈ ഷെഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഓഫീസിൽ ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വാഭാവികമായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇതിനായിട്ട് നിൽക്കുന്ന വിഭാഗക്കാർക്കാണ്. അവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ സാമാന്യം തന്നെ പൊതുവെ ആൾ കുറവാണ്. രാജൻ എന്ന് പറഞ്ഞ മരിച്ച ഒരാൾ, രാജന് ഊരല്ലൂർ റേഷൻ പടിയ നടത്തുന്നയാളും ഈ ക്ഷേത്രത്തിൽ ഇവിടെ അടുത്ത് വടക്കയിൽ മാധവനാരുടെ മകനുമാണ്. അദ്ദേഹം ഈ ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതായത് ആന കുത്തുകൂടിയ തുടക്ക സ്ഥലത്തുണ്ടായിരുന്ന ആൾ 3 പേരാണ് മരിച്ചത്. അതാണ് നടന്നിരിക്കുന്നത്. ബാക്കി ആന പോയ വഴിക്ക് ഓടി വീണാണ് പരിക്കുപറ്റി. ഈ കുത്തു കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ഈ പരസ്യം എല്ലാവരും കേൾക്കും, ഇങ്ങനെ ഒരു അപകടമുണ്ട്. അപ്പം എന്നിട്ട് തമ്മാമിലെല്ലാവരും ഓരോരുത്തരും സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഓടും. ആ രക്ഷപ്പെടുന്ന ഓടുന്ന കൂട്ടത്തിലുണ്ടാവുന്ന അപകടങ്ങളാണ് കുറേ കൂടുതൽ വന്നിരിക്കുന്നത്.
അതാണ് യഥാർത്ഥം. എല്ലാ വർഷവും ഉത്സവം ഇതുപോലെ 2 ആനകൾ വരുന്നതാണോ ഇവിടെ? രണ്ടല്ല, 4 ആന, 4, 5 ആന വരുന്ന അവസരം ഉണ്ടാവാറുണ്ട്. പക്ഷേ 5 ആന വരുന്നു ഈ പ്രാവശ്യത്തെ ഉത്സവത്തിനുണ്ട്. പക്ഷേ ഈ വരവുമായിട്ട് ബന്ധപ്പെട്ടാണ് 2 ആന വന്നത്. ആ വരുന്ന സമയത്ത് 2 ആനകൾ, ഒന്ന് ഇവിടുന്ന് തടമ്പേറ്റി ഈ ചടങ്ങിന് വേണ്ടി കൊണ്ട് പോകേണ്ട ആനയുണ്ട്. ആ ആനയൊക്കെ പുറത്തായതുകൊണ്ടാണ് ഈ 2 ആന മാത്രം ആ സമയത്ത് ഇവിടെ ഉണ്ടാകും. അതേസമയത്ത് ഒരു 3/4 മണിക്കൂറും കൂടി കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ 4 ആനകളും ഈ സന്നിധിയിൽ തന്നെ ഉണ്ടാവും. അതാണ് കുറവങ്ങാട് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ 2 ആനകൾ ഉണ്ടാവും. ടോട്ടൽ 4 ആന ഉണ്ടാവും. ടോട്ടൽ ആന. ഇവിടെ നിൽക്കുന്ന ആന അല്ലാതെ 2 ആന ഈ എഴുന്നള്ളത്തിന് വേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ ചില സമയങ്ങളിൽ എന്തുണ്ടാവും 2-4 ആനയായിട്ടാണ് വരിക. അതാണ് ഇവിടുത്തെ, അത് ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ആ സമയത്തേക്ക് എത്തുന്നില്ല. 1 മണിക്കൂറും കഴിഞ്ഞാൽ കൂടിയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ആ 4 ആനയും മാത്രമല്ല ഭീമമായ രൂപത്തിലുള്ള ഒരു എണ്ണം ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരുക്കും പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒഴിവായി കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഈ വേദനയിൽ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. എങ്കിലും അമ്മയുടെ ഒരു അനുഗ്രഹം അതിൻ്റെ പുറകിലുണ്ട്.